പിതൃതർപ്പണ ചടങ്ങുകൾ കേരളത്തിലുടനീളം നടക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും കണ്ണൂർ പയ്യാമ്പലത്തും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മുടെ മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് മിഥുനിലേക്ക് പോകാം അല്ലേ? തീർച്ചയായും മിഥുൻ, അവിടെ കണ്ണൂര് വലിയ രീതിയിൽ പയ്യാമ്പലത്ത് ബലിതർപ്പണ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ്, തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? രാവിലെ മുതൽ എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും അശ്വതി, രാഖി, രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് പയ്യാമ്പലത്ത് ദൃശ്യമാകുന്നത്. പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടി ആരംഭിച്ച ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോഴും വലിയ ക്യൂ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വലിയ തിരക്ക് ഇവിടെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ചെയ്യാൻ ഊഴം കാത്ത് നിൽപ്പുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഏതാണ്ട് 2000 അടുത്ത ആളുകൾ ഈ കർമ്മം ചെയ്ത് ഇവിടുന്ന് മടങ്ങിപ്പോയി. ഒരേ സമയത്ത് തന്നെ 500ഓളം പേർക്ക് കർമ്മം ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിലേതിന് സമാനമായ രീതിയിൽ വലിയ സൗകര്യങ്ങൾ സേവാഭാരതിയുടെ നേതൃത്വത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട്. വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടില്ലാതെ പിതൃതർപ്പണ ചടങ്ങുകൾ ചെയ്ത് മടങ്ങിപ്പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വരുന്ന, നമുക്കറിയാം പുലർച്ചെയൊക്കെ വരുന്ന ആളുകളായിരിക്കും. സ്വാഭാവികമായും തിരിച്ചുപോയി ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലഘുഭക്ഷണം ഇവിടെ തന്നെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൂടാതെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് സർവീസ് ഉണ്ട്. അത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് ഈ ഒരു പിതൃതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. വലിയ എനിക്കൊന്ന് 50-ലേറെ വളണ്ടിയർമാർ ഇവിടെയുണ്ട്. കൃത്യമായി ഓരോ കാര്യങ്ങളും ഈ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഓരോ ആളുകളുടെയും കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരുക്കങ്ങൾ സേവാഭാരതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ കൃത്യമായി തന്നെ ഈ ഒരു ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച ചടങ്ങാണ്. ഇപ്പോഴും വലിയ ക്യൂ, നീണ്ട നിര തന്നെ നമുക്ക് ഈ കടപ്പുറത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഊഴം അനുസരിച്ച് ഓരോരുത്തരായി ആ ചടങ്ങ് നടത്തി മടങ്ങിപ്പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം കർക്കിടക പിതൃതർപ്പണ ചടങ്ങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിതൃമോക്ഷത്തിനായി എല്ലാ വർഷവും ഈ കർക്കിടക സമയത്ത് പിതൃതർപ്പണം ചെയ്യുക എന്നുള്ളത് ഓരോ ഹൈന്ദവനും വളരെ വിശ്വാസപരമായി വളരെ അടുത്ത് കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തിരക്ക് നമുക്ക് ഈ കർക്കിടക ദിനത്തിൽ പയ്യാമ്പലം കടപ്പുറത്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നതെന്ന് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ തവണയൊക്കെ ചില സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തവണയും കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിൽ ഇത്തവണയും സേവാഭാരതിയുടെ ഈ ഒരു സേവാഭാരതി നടത്തിയിരിക്കുന്ന ഈ ഒരുക്കങ്ങൾക്കിടയിലാണ് ഭക്തരായ ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ വേണ്ടി എത്തുന്നത് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ഇവിടെയാണ് വലിയ തിരക്ക് നമുക്ക് ദൃശ്യമാകുന്നത്. വലിയ ക്യൂ പുറത്തുമുണ്ട്. ഏതായാലും വരുന്ന ഓരോരുത്തരെയും കൃത്യമായി ചടങ്ങ് നടത്തി പൂർണ്ണ തൃപ്തിയോടുകൂടി തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, തീർച്ചയായും അങ്ങനെ നമ്മുടെ നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ പൂർവിക സ്മരണകളാൽ ഒരിക്കൽ കൂടി ഒരു പവിത്രമായ കർക്കിടക വാവ് കൂടി കടന്നു വരികയാണ്. നമ്മുടെ വേരുകളെ ഓർക്കാൻ പിതൃക്കൾക്കായി ഒരു ദിനം, അങ്ങനെ അവരെ ഊട്ടാനും അവർക്ക് മോക്ഷം കിട്ടാനും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് പിതൃക്കൾക്കായുള്ള ബലിതർപ്പണം പുരോഗമിക്കുകയാണ്. രാഗിനി, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമുക്ക് കോഴിക്കോടേക്ക് പോകാം അല്ലെ? അവിടെ വരയ്ക്കൽ ക്ഷേത്രത്തിൽ നമ്മുടെ രമ്യാദാസ് തയ്യാറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അശ്വതി, ഞാൻ നേരത്തെ ഇങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു വർഷത്തേക്കുള്ള ഒരു ദിവസമാണ് അവർക്ക് നമ്മൾ പിതൃക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി അന്നമൂട്ടുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് രമ്യയിലേക്ക് തന്നെ പോകാം. രമ്യ, വരയ്ക്കൽ ക്ഷേത്രത്തിൽ എത്രത്തോളമുണ്ട് തിരക്കൊപ്പം തന്നെ അവിടെ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ക്രമീകരണങ്ങൾ എങ്ങനെ? അശ്വതി, രാഗി, ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയിലെ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ്. അതായത് 10,000ങ്ങളാണ് ഇന്നിവിടെ ഈ ബലിതർപ്പണ ഭൂമിയിൽ പിതൃക്കൾക്കായി അവരുടെ മോക്ഷപ്രാപ്തിക്കായി ബലിയർപ്പിക്കാനായി എത്തിയിട്ടുള്ളത്. 10,000കണക്കിന് ആളുകളാണ് നിലവിൽ ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയിൽ അതായത് ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ വരയ്ക്കൽ ക്ഷേത്രത്തിന്റെയും അതുപോലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അങ്ങനെ 3 ക്ഷേത്രങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിൽ
ഇവിടെ ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയൊരു വിശ്വാസികളുടെ ഭക്തജനങ്ങളുടെയൊക്കെ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കെല്ലാം എത്തിയിട്ടുള്ളത്. ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് നഗരവും അതുമായി അനുബന്ധ മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം തന്നെയാണ് ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമി. നിത്യബലി കൂടി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. നിത്യേന നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഇവിടെ എത്തുന്നത്. അതിനാൽ തന്നെ അതിനേക്കാളേറെ ഒരു പ്രാധാന്യം ഈ ഒരു കർക്കിടകവാവുമായി ബന്ധപ്പെട്ടുമുണ്ട്. കാരണം 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. കാരണം ഈ കോഴിക്കോട് നഗരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നടത്തുന്ന ആളുകളും അത്തരത്തിൽ വലിയ രീതിയിലേക്ക് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് മറ്റിടങ്ങൾ കൂടിയുണ്ട്. ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ സമീപത്ത് ഇത്തരത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മൂടാടി ഒരു പുണ്യക്കാവ് ക്ഷേത്രം, മുക്കം തൃക്കുടുമണ്ണ ക്ഷേത്രം, അങ്ങനെ പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയെ എടുത്ത് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ നിരവധി വിശ്വാസികൾ എത്തുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയിലാണ്. നിലവിൽ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. നേരത്തെ അശ്വതിയും രാഗിയെല്ലാം പറഞ്ഞതുപോലെ ഒരു വർഷത്തേക്കുള്ള, അതായത് പിതൃക്കളുടെ പ്രീതിയിലൂടെ കുടുംബത്തിന് ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം കൈവരുമെന്നുള്ളതാണ് ഈ ഒരു കർക്കിടകവാവ് ബലിയുമായി സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ഈ കർക്കിടകവാവ് ദിനത്തിൽ പൂർവികരെ സ്മരിക്കുന്നതും അതുപോലെ ബലിതർപ്പണം നടത്തുന്നതെല്ലാം തന്നെ പ്രതിഷാദം അകറ്റുന്നതിനും അവരുടെ അനുഗ്രഹം കുടുംബത്തിന് ലഭിക്കാനും ഭാവി തലമുറയ്ക്ക് നന്മയും ഐശ്വര്യവും, കാരണം ഒരു വർഷത്തേക്കുള്ള ഒരു ചടങ്ങായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അതിനാൽ തന്നെ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. കൂടാതെ ഈ ബലിതർപ്പണ ഭൂമി വരയ്ക്കലുമായി സംബന്ധിച്ച് ഈ വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അനുബന്ധിച്ച് കിടക്കുന്ന വിശ്വാസം കൂടിയുണ്ട്. കാരണം ഭഗവാൻ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108ാമത്തെ അവസാനത്തെയും ദേവീക്ഷേത്രമാണ് ഈ വരയ്ക്കൽ ക്ഷേത്രം എന്ന് കരുതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ താൻ നിഗ്രഹിച്ച ക്ഷത്രിയരുടെ എല്ലാം ആത്മശാന്തിക്കായിട്ട് അവരുടെ ശരി രമ്യ, എന്തായാലും കോഴിക്കോട് വരയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളും വിവരങ്ങളുമാണ് നമ്മുടെ രമ്യ പങ്കുവച്ചത് അല്ലേ. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിതൃതർപ്പണം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അങ്ങനെ എത്ര പേരാണല്ലേ ഒഴുകിയെത്തുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് നമ്മുടെ ഈ സംസ്കാരത്തിനെന്ന് പറയുന്നത്. ഈ ആദ്യമായി പിതൃതർപ്പണം അർപ്പിച്ചത് പരശുരാമനാണെന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ തൻ്റെ പിതാവായ ദശരഥന് വേണ്ടിയും സീതാദേവി ജടായുവിന് വേണ്ടിയും ബലി തർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പാണ്ഡവർ, ഈ മഹാഭാരത യുദ്ധം നമുക്കറിയാലോ, ആ യുദ്ധത്തിൽ മരിച്ചു പോയവർക്കായും ബലി കഴിപ്പിച്ചു എന്നും പറയുന്നു. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സ്ഥാനഘട്ടങ്ങളിലായി ക്ഷേത്രങ്ങളിലായി ഒക്കെ തന്നെ പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്, പൂജകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു മലയാളികൾ എവിടെയുണ്ടോ അല്ലെ, ഹൈന്ദവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ആചാരം ഉണ്ട്. നമ്മൾ ആചാരങ്ങളെ സംസ്കാരങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലടക്കം ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായും